ഹലോ ഹായ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ. ആദ്യമേ പറയാം, ഇതെൻ്റെ റെസിപ്പിയല്ല കേട്ടോ. സോ അധികം നീട്ടുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പതിവ് പോലെ ഇന്ന് എണീറ്റ് വന്നപ്പോഴും ലേറ്റായി. മഴയായതുകൊണ്ട് ഉറങ്ങിപ്പോയെന്നായിരുന്നു ഇന്നത്തെ റീസൺ. ഏതായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നപ്പോഴേക്ക് സമയം ഇത്രയായി. അങ്ങനെ ഞാൻ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോഴാണ് ആലോചിക്കുന്നത്, ഇന്ന് സൺഡേ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ. നോക്കിയപ്പോൾ ഇവിടെ ചിക്കനും ഉണ്ട്. അങ്ങനെ ഞാൻ വെളിയിലിറങ്ങി കുറച്ച് കറിവേപ്പിലയൊക്കെ കളക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്ന് ചെടികളുടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ, ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി അവിടെ കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. ഇനി ഇവിടെ കറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുൾ പ്ലാൻ തെറ്റുമെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, കസൂരി മേത്തി, ജീരകം എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ചൂടായ പാനിലേക്ക് ഓയിലൊഴിച്ച് കാഷ്യൂവും തേങ്ങയും വറുത്ത് മാറ്റുക. ഉള്ളിയും തക്കാളിയും നന്നായി വഴണ്ട് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ചേർത്ത് എണ്ണ തെളിയും വരെ നന്നായി ഇളക്കുക. എണ്ണ നന്നായി തെളിഞ്ഞ് വരുമ്പം നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂവും തേങ്ങയും അരച്ച് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ഇതേ കണ്ടോ, ഇത്രയുള്ളായിരുന്നു ചിക്കൻ റോസ്റ്റിന്റെ പരിപാടി. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റാക്കാം. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഫ്രൈഡ് റൈസിന് ആവശ്യമായ അരി വേവിച്ച് മാറ്റി വെക്കുക. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. ശേഷം ഉള്ളിയും ഉപ്പും ചേർത്ത് വഴറ്റുക. വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറ് കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി.
ഇത് കണ്ടോ, നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ റോസും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ.